എനിക്ക് തോന്നി ഞാനിങ്ങനെ ഫ്രീ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്നും അസുഖങ്ങളായിരിക്കുമെന്ന് തോന്നിയപ്പോൾ ഞാൻ ബൈബിൾ എഴുതാമെന്ന് എനിക്ക് മനസ്സിൽ തോന്നി. അപ്പോൾ ഞാൻ വചനങ്ങളൊക്കെ എടുത്ത് നോക്കുമായിരുന്നു. അപ്പോൾ വചനപ്പെട്ടി എപ്പോൾ എടുത്താലും എനിക്ക് കിട്ടുന്നത് വചനം പ്രഘോഷിക്കുക എന്നുള്ള ഒരു വചനമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് എനിക്ക് വചനം എഴുതിയാലും മതിയായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒരു ദിവസം എൻ്റെ ആങ്ങളയുടെ കൂടെ പന്തളത്ത് പോയപ്പോൾ അവിടെ വെച്ച് അവൻ പേപ്പർ വാങ്ങിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എന്തിനാണെന്ന്, ഇത്രയും പേപ്പർ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ബൈബിൾ എഴുതുന്നുണ്ടെന്ന്, സൗമ്യ ബൈബിൾ എഴുതുന്നുണ്ടെന്ന് പറഞ്ഞു. സൗമ്യ ആരാണ്? സൗമ്യ എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മകൻ്റെ ഭാര്യയാണ്, നാത്തൂനാണ്. അത് കേട്ടുകൊണ്ട് ഞാൻ അവിടെ വെച്ച് തീരുമാനിച്ചു ഇന്നു തൊട്ട് ഞാനും ബൈബിൾ എഴുതും. അപ്പോൾ എനിക്ക് മറ്റുള്ള ചിന്തകൾ വരത്തില്ലല്ലോ, എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകളായിരുന്നു. അപ്പം ഞാൻ അന്ന് തന്നെ വീട്ടിൽ ചെന്ന് പേപ്പർ വാങ്ങിപ്പിച്ചു, പേനയും. അന്ന് തന്നെ ഞാനൊരു പേപ്പർ എടുത്ത് ബൈബിൾ എന്ന് അതിലെഴുതി. അന്ന് പിന്നെ ഒന്നും എഴുതിയില്ല, അങ്ങനെ വെച്ചു. പിറ്റേ ദിവസം തൊട്ട് ഞാൻ റെഡിയായിട്ട് അത് ഓരോ പേപ്പറിലും എങ്ങനെ ചെയ്തിരിക്കുന്നോ അതുപടി ഞാൻ എഴുതി തുടങ്ങി. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ തോന്നിയിട്ടുണ്ട്, വളഞ്ഞു പോകുന്നു, അങ്ങനെയൊക്കെ എനിക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നെങ്കിലും ഞാൻ ശരിയാക്കാമെന്നുള്ള രീതിയിൽ അങ്ങനെ പിന്നീട് ഇത് കുഴപ്പമുള്ളതാണെങ്കിൽ മാറ്റി എഴുതാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് എഴുതിപ്പോയി. ഒരു ദിവസം പോലും എഴുതാതിരിക്കത്തില്ലായിരുന്നു. ഇടയ്ക്കൊക്കെ കൂടുതൽ എഴുതും, കുറച്ചെഴുതും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടുന്ന് എഴുന്നേറ്റ് മാറാൻ തോന്നത്തില്ല. പിന്നെ എഴുതണം എന്നുള്ള ഒരു ചിന്തയായിരുന്നു. അങ്ങനെ ഞാൻ കൂടുതൽ എഴുതുമായിരുന്നു. രാത്രിയിലൊക്കെ ഇരുന്ന് എഴുതുമ്പോൾ 11 മണി 11:30 വരെ ഇരുന്ന് എഴുതുമ്പോൾ എൻ്റെ ഹസ്ബൻഡും കൊച്ചും ഇങ്ങനെ ഇരിക്കുവൻ, ഞാനിവിടെ വന്നിട്ട് ഉറങ്ങുന്നുള്ളൂ എന്നുള്ള രീതിയിൽ. അവൻ പഠിക്കാനുമുണ്ട്. അപ്പം ഞാൻ അത് എഴുതിയിട്ട് അപ്പോൾ ഹസ്ബൻഡ് പറയുമായിരുന്നു ഞങ്ങൾക്ക് ഉറങ്ങണം എന്ന് പറയുമായിരുന്നു, എങ്കിലും അല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എനിക്ക് വേണ്ടിയ കാര്യങ്ങളെല്ലാം ചെയ്തു തരുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ എഴുതി ഒരു ദിവസം ഇവിടെ പള്ളിയിൽ, ഞങ്ങൾ വേറെ പള്ളിയിലായിരുന്നു പോകുന്നത്, എൻ്റെ അമ്മ വീട്ടുകാർ പോകുന്ന പള്ളിയിൽ ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ഉണ്ട്. അവിടെ മലങ്കര കത്തോലിക്ക പള്ളിയിലായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് റാഞ്ചിയിൽ നിന്ന് വന്നതിന് ശേഷം. അപ്പം ഞങ്ങളവിടെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരാൾ പറഞ്ഞു ഇവിടെ പൂഴിക്കാട്ട് പള്ളിയുണ്ട്, RC പള്ളിയുണ്ട്, അവിടെ പോകരുതോ എന്ന് ചോദിച്ചു. അവർ 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ പള്ളിയിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഫ്രാൻസിസ് അച്ഛനായിരുന്നു അവിടുത്തെ അച്ഛൻ. അപ്പം അച്ഛൻ ഒത്തിരി സ്നേഹത്തോടുള്ള ഒരു ഇടപെടലായിരുന്നു ഞങ്ങളോട്. പിന്നെ പിറ്റേ ആഴ്ച മുതൽ ഞങ്ങൾ അവിടെ പള്ളിയിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു ഞാനിതുപോലെ ബൈബിൾ എഴുതുന്നുണ്ടെന്ന്. അപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമായി. അച്ഛൻ എന്നോട് പറഞ്ഞു പെട്ടെന്ന് എഴുതിക്കോ, ഞാൻ പ്രകാശനം ചെയ്തു തരാം, പെട്ടെന്ന് എഴുതിക്കോളാൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. അപ്പം ഞാൻ അച്ഛന് ഇവിടെ വന്നിട്ട് പെട്ടെന്ന് എഴുതുമായിരുന്നു. പെട്ടെന്ന് അച്ഛന് ട്രാൻസ്ഫർ ആകുമെന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. എങ്കിലും ഞാൻ എഴുതി അച്ഛനങ്ങ് ട്രാൻസ്ഫറായി. എന്നിട്ടും അച്ഛൻ വന്ന് എനിക്ക് പ്രകാശനം ചെയ്തു തന്നു. ഈ വചനം എഴുതിയ പലരെയും ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒത്തിരി ഇങ്ങനെ നല്ല ദൈവാനുഭവമൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ ചേച്ചിയും വചനം എഴുതിയ സമയങ്ങളിൽ ദൈവത്തിൻ്റെ ആ ഇടപെടൽ എന്തെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒന്ന് പറയാമോ? എനിക്ക് എനിക്ക് പെട്ടെന്നൊരു ബ്ലീഡിങ് ഉണ്ടായി. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒത്തിരി വലിയൊരു മുഴയാണ് വയറ്റിൽ, അത് നാളെ തന്നെ ഓപ്പറേഷൻ ചെയ്യാൻ ഇവിടെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അന്നേരം ഒന്നും തോന്നിയില്ല, ഞാൻ ചെയ്യിക്കത്തില്ല എന്നുള്ളൊരു മനസ്സായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചില്ല, പ്രാർത്ഥിക്കുമ്പോൾ മാറും എന്നുള്ളൊരു വിചാരം എൻ്റെ മനസ്സിൽ വന്നു. ഞാനത് വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾക്കൊരു അച്ഛനുണ്ട്, ആ അച്ഛനോട് വിളിച്ചു പറഞ്ഞു അച്ഛാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ഇതുപോലെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് അത് ചെയ്യാൻ ഇഷ്ടമില്ല, എനിക്ക് പേടിയാണ്, അതുകൊണ്ട് അത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം ഒരു വചനം പറഞ്ഞ്
അവൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മാത്രം മതി ഞാൻ സൗഖ്യമാകുമെന്ന് വിശ്വസിക്കുന്നുവെന്ന് ഞാൻ ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു, എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ചു 3 മാസത്തോളമായി. അപ്പോൾ ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ ബിലീവേഴ്സിൽ കൊണ്ടുപോയി കാണിച്ച് അവിടെ സ്കാൻ ചെയ്തപ്പോൾ അവർ ചോദിച്ചു എന്തിനാണ് സ്കാൻ ചെയ്തതെന്ന് ചോദിച്ചു, ഇപ്പം ചെയ്യിപ്പിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നേരത്തെ വയറ്റിലൊരു മുഴയുണ്ടെന്ന് പറഞ്ഞു, അത് ഇപ്പോൾ എത്ര ഇതുണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇപ്പം ഇവിടെ ഒരു കുഴപ്പവുമില്ല, മുഴയൊന്നും ഇവിടെ വയറ്റിൽ കാണുന്നില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഒരു കുഴപ്പവുമില്ല, നോർമലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിച്ചു. പ്രാർത്ഥിച്ചാൽ മാറാത്ത ഒന്നുമില്ലല്ലോ എന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി. അതുപോലെ അങ്ങനെ എനിക്ക് ആ സൗഖ്യം കിട്ടി. അതിനുശേഷം എനിക്ക് ഒരുപാട് അസുഖങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഒരു അറ്റാക്കൊക്കെ വന്നായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ പ്രാർത്ഥിച്ചാണ് പിന്നെ എനിക്ക് എല്ലാ സൗഖ്യവും കിട്ടിയത്. അത് കഴിഞ്ഞ് ഇവിടെ വന്നും ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ കുറച്ച് വേരിയേഷൻ ഉണ്ട്, ഹാർട്ട് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ച് അത് മാറണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അതുകൂടാതെ എൻ്റെ ചെവിയിൽ നിന്ന് ഈ വചനം എഴുതിയ കാലത്ത് ചെവിയിൽ നിന്ന് എപ്പോഴും അങ്ങ് വെള്ളം എടുക്കുമായിരുന്നു. വെള്ളം എടുത്ത് എനിക്ക് ഒരു സാധനവും കഴിക്കാൻ പറ്റത്തില്ല. തണുത്ത പഴവർഗ്ഗങ്ങൾ, മോര്, തൈര്, ഇങ്ങനെയുള്ള ഒരു സാധനവും കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഇത് വന്ന് ചെവിയിൽ കൂടെ പെട്ടെന്ന് വെള്ളം എടുക്കുകയും എനിക്ക് അസ്വസ്ഥതയും വേദനയൊക്കെ ആയിരുന്നു. അങ്ങനെ അത് വന്നു. അത് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ഓരോ വചനം പറഞ്ഞു എഴുതിയൊക്കെ, ഈ ബൈബിൾ എഴുതുന്നത് കൂടാതെ ഞാൻ വചനം എഴുതും, വേറെ പേപ്പറുകളിൽ വചനം ഇതിനു വേണ്ടി എഴുതും. അങ്ങനെ എഴുതിയൊക്കെ എൻ്റെ അസുഖങ്ങളെല്ലാം മാറി. എനിക്ക് കണ്ണ് ശരിക്ക് കാണത്തില്ലായിരുന്നു. എനിക്കിപ്പോൾ നല്ല വൃത്തിയായിട്ട് പള്ളിയിലൊക്കെ പോയാൽ പുസ്തകം എടുത്ത് പ്രാർത്ഥിക്കാൻ, ആ പാട്ടൊക്കെ പാടാൻ എനിക്ക് കണ്ണ് കാണത്തില്ലായിരുന്നു, കണ്ണാടി വേണമായിരുന്നു. പക്ഷേ ഇപ്പോൾ വചനം എഴുതിയതിന് ശേഷം എനിക്ക് കണ്ണ് ശരിക്കും കാണും, എനിക്ക് കണ്ണാടി വേണ്ട. സമ്പൂർണ്ണമായ രോഗശാന്തി കിട്ടി എനിക്ക്. അപ്പം നേരത്തെ ഡോക്ടർ പറഞ്ഞിട്ട് സ്കാൻ ചെയ്തിരുന്നോ? ആദ്യത്തേത് മുഴയുണ്ടെന്ന് പറഞ്ഞു ചെയ്തു. പിന്നെ ഇല്ലാത്തത് രണ്ടാമത് ഞാൻ വീണ്ടും ചെയ്യിപ്പിച്ചപ്പോൾ അതില്ല, ഒട്ടും ഇല്ലായിരുന്നു. പിന്നെ ഇന്ന് വരെ എനിക്കൊരു കുഴപ്പമില്ല.